നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വൻപയർ മെഴുക്കുപുരട്ടിയാണ്. ഇത് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇനി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. ഇതൊരു ഹൈ പ്രോട്ടീൻ ഫുഡായതുകൊണ്ട് ഡയറ്റിലിരിക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഒരു ഫുഡാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ 1 കപ്പ് വൻപയർ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു 4 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞിട്ട് ഞാൻ പയർ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ചുവന്നുള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഒരു 2-3 വറ്റൽ മുളക്, ഒരു 7-8 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക്. നമുക്കാദ്യം ഒരു ഇടികല്ലിലേക്ക് ആവശ്യത്തിന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ 1-2 വറ്റൽ മുളക് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ വെളുത്തുള്ളിയും അതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ കുരുമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരുപാടൊന്നും ചതയേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഈ കുരുമുളകൊക്കെ ഒന്ന് ഇടിച്ച് അതേപോലെ നമ്മളുടെ വലിയ കഷ്ണങ്ങളായി കിടക്കുന്ന വറ്റൽ മുളകൊന്ന് ചതച്ച് നമുക്ക് അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളിയും സവാളയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക കേട്ടോ. അതാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ സവാളയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതുകൂടെ ഇട്ടൊന്ന് ചതച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടില്ല. നമുക്ക് ഈ പരുവത്തിന് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതിയാവും. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആയി പോകേണ്ട കാര്യമില്ല. നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ കിട്ടിയാൽ മതിയാവും. കാര്യം അതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് ഇത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യത്തിനൊന്ന് വഴണ്ട് വന്നാൽ മതിയാവും. നമുക്കിനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ നമ്മൾക്ക് ഈ സവാളയൊന്ന് വേഗം വഴന്ന് കിട്ടും. ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ നമുക്ക് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിക്സ് അത്യാവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് വഴന്ന് വന്നാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. ഇത് അത്യാവശ്യത്തിന് നല്ലതുപോലെ വെന്ത പയറാണ് കേട്ടോ. ഇത് ഓവറായിട്ട് വെന്ത് പോയിട്ടുമില്ല. നമുക്കിനി ഈ പയറും ഈ എണ്ണയിൽ വഴറ്റിയതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തത്തക്ക രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ പോയി കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിത് ചതയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അരിഞ്ഞിട്ട് അത് നമ്മളുടെ വെളുത്തുള്ളിയും വറ്റൽ മുളകും സവാളയൊക്കെ കൂടി ഒന്ന് അരിഞ്ഞിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ പയറിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വറ്റൽ മുളക് കയ്യിലില്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ പയറിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി നമ്മളുടെ ഈ മസാലയിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡാവും. അപ്പോൾ നമുക്കിത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിൽ കുറച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ഇത് നല്ലൊരു കറിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്കിത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് ഈ മസാല എല്ലാം ഇതിൽ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഈ പയർ വേവിക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് ഒന്ന് വഴറ്റിയിട്ട് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ട് വെന്ത് പോയിട്ടുമില്ല. നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.